ശ്രീ റെജി ലൂക്കോസ്, ഏതു കേസാണ് എങ്കിലും നിയമം ഉൾക്കൊള്ളാൻ കഴിയാത്ത, സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളെയാണ് തടവറയിലേക്ക് നിയമം പറഞ്ഞു വിടുന്നത്. അവർക്ക് മുന്നോട്ട് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ നിയമത്തെയാണ് വെല്ലുവിളിക്കുന്നത്, സമൂഹത്തിന്റെ സുരക്ഷയാണ് ചോദ്യം ചെയ്യുന്നത്. എന്ത് സന്ദേശമാണ് ഈ പരസ്യ പിന്തുണയിലൂടെ CPM നൽകുന്നത് ജനങ്ങൾക്ക്? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ ന്യായീകരിച്ചൊന്നും പറയുന്നില്ല, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ ന്യായീകരിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ നിഖിൽ പൈലിയെ കേരളത്തിൽ ഉടനീളം അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രകടനം നയിച്ചു. എന്നിട്ട് അയാളെ ജയിലിൽ പോയി വിസിറ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ അയാൾ ജയിലിൽ റിമാൻഡ് ചെയ്തപ്പോൾ അയാൾക്ക് എരന്ന് വാങ്ങിയ മരണമാണെന്ന് സുധാരൻ പറഞ്ഞു. അന്നൊന്നും നിങ്ങളാരും വിചാരണ ചെയ്യുന്നില്ല. അപ്പോൾ വൺ സൈഡായിട്ട് സെലക്റ്റീവായിട്ട് ഈ ചർച്ച സംഘടിപ്പിക്കുക, വിചാരണ ചെയ്യുന്നതിന് മാത്രം ചോദ്യം ചെയ്തില്ല. അത് തെറ്റാ. ധീരജിന്റെ കൊലപാതകമൊക്കെ ദിവസങ്ങളോളം, അഭിമന്യുവിന്റെ കൊലപാതകം ദിവസങ്ങളോളം ചർച്ച ചെയ്തിട്ടുള്ളവരാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. എനിക്ക് വ്യക്തിപരമായി നല്ല ഉറപ്പുണ്ട്. അവിടെ ഈ വിമർശനം ഞാൻ എടുക്കുന്നില്ല. അങ്ങേക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞത് വൺ സൈഡായിട്ട് ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. CPM മാത്രമാണ് കൊലപാതകൾ എന്ന് അറിയാമോ? നോക്കൂ, ഇന്ന് അവർ ജയിലിലേക്ക് പോയ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം അടക്കം അവിടെ ചെന്ന് കൊടുത്ത അഭിവാദ്യം, മുന്നോട്ടെന്ന ആഹ്വാനം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഉത്തരം പറ. അല്ല, അതിനകത്ത് ഒരു ന്യായമെന്ന് പറയാനായിട്ട്, അതായത് ഗൂഢാലോചന ആണ് നടത്തിയിരിക്കുന്നത് കുഞ്ഞിരാമൻ XMLAയും അതുപോലെ തന്നെ മുൻ ഏരിയ സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഗൂഢാലോചന നടത്തിയെന്നുള്ളതായിരുന്നു CBIയുടെ കുറ്റപത്രം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. ഇവിടെ CPM മാത്രം പോയി ആ പ്രതികൾക്ക്, അത് അല്ലെങ്കിൽ ശിക്ഷിച്ചവരുടെ മുമ്പിൽ പോയി അവര് ഉത്തമ ബോധ്യം ഈ 5 അതും P. ജയരാജൻ എടുത്തു പറയുന്നുണ്ട്. ഞാൻ അതിലെ ഇന്ത്യൻ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പോയതും അവരെ കണ്ട് എന്റെ പുസ്തകം കൊടുത്തെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് ഒരുപക്ഷെ പാർട്ടി വിശ്വസിക്കുന്നില്ല. അവര് ഏത് രീതിയിലാണ് അവർ കൊലപാതക പട്ടികയിൽ കയറി എന്നുള്ളവരും നമുക്കറിയുന്നില്ല. ഈ കൊലപാതകം ഉണ്ടായ 1 മണിക്കൂറിൽ തന്നെ കേരളത്തിലെ ഇന്ന് P. ജയരാജൻ പറഞ്ഞൊരു കാര്യം, നിയമത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് മേൽക്കോടതികളുണ്ടല്ലോ, ഞങ്ങൾ പോകുമെന്നാണ്. അത് പാർട്ടി പൈസ ഉപയോഗിച്ചിട്ടായിരിക്കും എന്നുള്ളതെങ്കിലും ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ ചിന്തിക്കട്ടെ, സമാധാനത്തോടു കൂടിയും. ഇനിയും സർക്കാർ ഖജനാവിൽ നിന്ന് കേസ് പൈസ എടുക്കില്ല എന്ന് വിചാരിക്കട്ടെ. ഇവൻ ശരിയല്ല. പക്ഷെ ഇതാ നോക്കൂ, അപ്പോഴും സപ്പോർട്ട് ചെയ്യാണ്, അപ്പോഴും പിന്തുണ നൽകുകയാണ്. ഒരു മര്യാദ വേണ്ടേ? അല്ല, മാധുവിനറിയാമല്ലോ, നമ്മള് CBIയെ കുറിച്ച് ആലോചിക്കുക. CBI എന്തിനാ ഇവിടെ വരണം എന്നുള്ള പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്? CBI വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ CBIയുടെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞില്ല. ഞാൻ ചോദിക്കുന്ന മേൽക്കോടതിയിലേക്ക് പോകാൻ പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ടെന്നാ സംസ്ഥാന സമിതി അംഗം പറയുമ്പോൾ അത് പിന്തുണയല്ലേ? നിയമം ശിക്ഷിച്ചവർക്കുള്ള പിന്തുണയല്ലേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ല, നിരപരാധികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പാർട്ടി പ്രവർത്തകരും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരതിനകത്തുണ്ട്. അവർ നിരപരാധിയാണെന്നുണ്ട് തെളിയിക്കാനായിട്ട് മേൽക്കോടതി പോയാലുള്ള ബാധ്യത അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം CPM-നുള്ള. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പാർട്ടിക്ക് വിശ്വാസമുള്ള കോടതി ഏതായിരിക്കും? ആ ചോദ്യം എനിക്ക് മനസ്സിലായില്ല, അത്ഭുതപ്പെടുത്തുന്നത്. കോടതി ശിക്ഷ വിധിച്ച് ജയിലിൽ പോകുന്ന ആളുകൾ നിരപരാധികളാണ് എന്ന വിശ്വാസത്തിന്റെ പേരിലാണല്ലോ ഈ അനുഭാവ പ്രഖ്യാപനം. അപ്പൊ ഞാൻ ചോദിക്കുകയായിരുന്നു, അങ്ങനെ നിയമം ശിക്ഷ വിധിച്ച ആളുകൾക്ക് ഇനി അഥവാ അതിലൊരു അനീതി ഉണ്ട് എന്ന് തോന്നിയാൽ നാട്ടു നടപ്പെന്ന് പറയുന്നത് ഉപരികോടതികളിലേക്ക് പോവുക എന്നുള്ളതാണ്. അല്ലാതെ ജയിലിന് മുന്നിൽ പോയി നിന്ന് മുദ്രാവാക്യം വിളിക്കുക എന്നുള്ളതല്ല സാധാരണക്കാർക്ക് പ്രാപ്യമായ ഒരു കാര്യം. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഇപ്പോ സാധാരണക്കാർക്ക് ഇല്ലാത്ത എന്തെങ്കിലും പ്രിവിലേജ് പാർട്ടിക്കുണ്ടെന്ന് വിചാരിക്കുന്നത് മറ്റേതെങ്കിലും കോടതികളിലോ നിയമവ്യവസ്ഥയിലോ പാരലൽ ആയിട്ടുള്ള സംവിധാനത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ ജയിലിൽ പോയ പ്രതിയെ വിളിച്ചു വരുത്തി മടിയിലെടുത്ത് തലോടുന്ന KPCC പ്രസിഡന്റ് കേരളം കണ്ടില്ലേ? ഒന്നാലോചിക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് അതൊന്നും വിചാരണ ചർച്ച ചെയ്യപ്പെടാത്തത്? ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ബഹുമാനപ്പെട്ട XMLA കുഞ്ഞിരാമൻ ഒരു തെറ്റുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തുറന്നങ്ങ് പറയാം. കാരണം എന്തുകൊണ്ടാണ്? അങ്ങേരുടെ പേര് ചാർത്തപ്പെട്ട കേസെന്തായി CBI കൊണ്ടുവന്നേ? ഇനി വേറൊരു കാര്യം നിങ്ങളോട് പറയാം. എന്താണ് കുറ്റം? അദ്ദേഹത്തിന്റെ പേര് ചാർത്തപ്പെട്ടത് എന്താ? CBIയുടെ കുറ്റപത്രത്തിൽ അദ്ദേഹം ഗൂഢാലോചന നടത്തിയെന്നാ പറഞ്ഞത്. പക്ഷെ കോടതി ഇത് അംഗീകരിച്ചില്ല. കോടതി സ്റ്റേഷനിൽ കയറി പ്രതിയെ പിടിച്ചോണ്ട് പോയതിന്റെ പേരിലാണ് കോടതി 5 വർഷത്തേക്ക് ശിക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് വിശ്വാസമുള്ള നിയമവ്യവസ്ഥ ഒരു പാരലൽ സംവിധാനമായി ഇവിടെ ഉണ്ടോ എന്ന്. പ്രതി അറസ്റ്റ് ചെയ്ത് കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയോട് കൂറ് പ്രഖ്യാപിച്ച ഒരു MLA ആണ്.
അത് എന്ത് നിയമവും എന്ത് നിയമപാലനവുമാണ്? ആരോടാണ് അപ്പൊ കൂറ്? കൊലപാതകങ്ങളോടോ അതോ രാജ്യത്തെ ഭരണ സംവിധാനത്തോടോ നിയമ സംവിധാനത്തോടോ? പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. ബാദു, ഇതേ കാസർഗോഡിന് തൊട്ടടുത്തുള്ള കണ്ണൂര് വളവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ മണ്ണ് മാഫിയ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിറക്കിക്കൊണ്ട് പോയ ആളുണ്ട്. അയാളുടെ പേര് കെ സുധാകരനതാ. ഇവിടെ ഞാൻ പട്ടിക വെച്ചിട്ട് അപ്പുറത്തെ മാർക്കിടാൻ ഇരിക്കുകയല്ല എന്നങ്ങ് ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കണം. കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോൾ ഇവിടെ ചർച്ചക്കെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. BJPയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോഴും ഇല്ല. CPM-ഉമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ കോൺഗ്രസുകാരുടെ വിഷയങ്ങളും രണ്ടാമത്തെ മണിക്കൂറിൽ BJPക്കാരുടെ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ട് മൂന്നാമതായിട്ട് ഞങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ എന്ന നിലപാടെടുത്താൽ ബുദ്ധിമുട്ടായിരിക്കും. ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? KV കുഞ്ഞിരാമൻ നമ്മുടെ ഭരണഘടന സത്യപ്രതിജ്ഞ ചെയ്ത ഒരു MLA ആയിരിക്കുമ്പോൾ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകാനുള്ള തിണ്ണമെടുക്ക് എവിടെ നിന്നാണ് ഉണ്ടാവുന്നേ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. അല്ല മാധു പറഞ്ഞതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. നീതി എന്ന് പറയുന്നത് എല്ലാ പക്ഷത്തിനും ഉണ്ടാകണം. ആ എല്ലാവർക്കും തുല്യ നീതി. അതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും പറയുന്നത്. ആണോ? നീതി ഒരു പക്ഷത്തിന് മറുപക്ഷത്തിന് നീതി ഇല്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നീതിയും നിയമവും കൊടുക്കാൻ നീതിയും നിയമവും കൊടുക്കാനാണ് പോലീസ് സ്റ്റേഷനും പോലീസുകാരും നിയമ സംവിധാനവും കോടതിയും ഒക്കെ ഉള്ളത്. ഞങ്ങൾക്കെതിരെ പേടിയില്ല, ഞങ്ങളുടെ വഴിക്ക് പോയാൽ മതി നിയമവും നീതിയും എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ പിടിച്ചിറക്കി കൊണ്ടുപോകാൻ കഴിയുന്നവർക്ക് നീതി വേണം എന്ന് പറയാനുള്ള അവകാശം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എണീറ്റ് വരണ്ടേയിരുന്നു. അല്ല, അത് മേൽക്കോടതി പോകുമ്പോഴത്തേക്ക് അത് കോടതി തീരുമാനിക്കട്ടെ. CBI കോടതിയാണോ വിധി എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ മേൽക്കോടതിക്ക് പോയി അത് അവർ നിരപരാധിയാണ് തെളിയിക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ ഇവിടെ കോടതി സുപ്രീം കോടതി വരെ പോയി 25 വർഷം കാത്തിരിക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. സാമാന്യ ബോധം മതി. കഴിഞ്ഞ 3.5 വർഷമായിട്ട് പിന്നെ കണ്ണൂർ ജില്ലയിൽ കൊലപാതകം ഇല്ലായിരുന്നു, മലബാറിൽ ഒരു സ്ഥലത്ത് പോലും. തീർച്ചയായിട്ടും CPM പാർട്ടിയും RSSുമായിട്ട് വളരെ എന്താ പറയുക, വളരെ നമ്മുടെ പൊതുസമൂഹത്തിൽ അംഗീകരിക്കുന്നതിനുള്ള ചർച്ചയിലൂടെ അത് പരിഹരിച്ചു. എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൊലപാതകം അവസാനിപ്പിക്കണം, ഒരു തർക്കമല്ല കാര്യത്തിൽ. കഴിഞ്ഞ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ 2 കക്ഷികൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നാട്ടിൽ കൊലപാതകങ്ങൾ നടക്കുന്നതിന് ഈ 2 കക്ഷികൾക്കും പങ്കുണ്ട് എന്നാണ് അതിന്റെ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത്. പിന്നെ അന്നത്തെ വിശേഷമാണല്ലോ ഈ കടക്കുപുറത്തൊക്കെ RSS നേതാക്കളുമായി ചർച്ച കാണരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് ആണല്ലോ അന്നത്തെ ഈ കടക്കുപുറത്തൊക്കെ ഉണ്ടായത്. അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഈ തലശ്ശേരിയിലെ മനോഹരനെ കൊന്നതിന് പ്രതികാരമായിട്ട് CPM കൊന്നോ? എന്തുകൊണ്ടാ? സ്വന്തം സഖാവ് തന്നെ കൊന്നു. ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ കോടതിയിൽ പോകാനാണ് നമുക്ക് നിയമം അനുവാദം തന്നിട്ടുള്ളത്. അല്ലാതെ പകരം കൊന്നോ എന്ന് ചോദിക്കുന്ന ഔദാര്യമായി കാണുന്നത് മഠയത്തരമാണ്. എന്താ ഉറക്കം വരുന്നു. പകരം കൊന്നോ എന്ന് ചോദിക്കുന്നത് ഔദാര്യമായി കാണുന്നത് വിഡ്ഢിത്തമാണ്. അങ്ങനെ പകരം കൊല്ലാനുള്ള സംവിധാനമോ പകരം കൊള്ളാനുള്ള അനുവാദമോ പ്രിവിലേജോ ഒന്നും നിയമം ആർക്കും കൊടുക്കുന്നില്ല. ഞങ്ങൾ കൊന്നില്ലല്ലോ എന്ന് പറയുന്ന ഔദാര്യമല്ല, അത് നിയമത്തോടുള്ള കടപ്പാടാണ്. അങ്ങനെ പ്രതികാരം ചെയ്യുന്നില്ല. സഖാക്കൾ നഷ്ടപ്പെട്ടാൽ പോലും പ്രതികാരം ചെയ്യാത്തൊരു പാർട്ടിയാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 212 പേരെ കൊന്നപ്പം ആ 212 പേരെ അപ്പുറത്ത് പോയി ഈ പാർട്ടി കൊല്ലണ്ടേ? കൊന്നിട്ടുണ്ടോ? നിങ്ങൾ കണക്ക് പറയൂ. വായുനൂലും പറഞ്ഞാണ്ടല്ലോ നിങ്ങൾ കണക്ക് പറയൂ. അതാ പറയുന്നത്. കൊലപാതക പരമ്പര തീർത്തവരെ ഒരു കാരണവശാലും വിമർശിക്കാതെ ഉണ്ട്. CPM-നെ മാത്രം CPM ഒരു കൊലപാതക പാർട്ടിയാണെന്നും നിയമവ്യവസ്ഥയെ മാനിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർമ്മപാടികൾ പറഞ്ഞതിന് മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ. അല്ലാണ്ട് ഒരു കൊലപാതകത്തിന് ഇവിടെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, ന്യായീകരിക്കുന്നില്ല. അത് ആദ്യം കൊലപാതകത്തെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല എന്ന് 100 തവണ പറഞ്ഞിട്ട് കൊലപാതകൾ ജയിലിൽ പോയി കഴിയുമ്പോൾ മുന്നോട്ടൊന്ന് മുദ്രാവാക്യം വിളിച്ചാൽ അത് കാണുന്നത് ജനമാണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വിഴുങ്ങാൻ, ഒരേ തൊണ്ടയിൽ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ബുദ്ധിമുട്ടാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.